ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിംഹത്തിൻ്റെ ഗർജനം, അതാണ് ഉദ്ദേശിച്ചുള്ള ഗർ എന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ PVR ലുലുന്ന് സെക്കൻഡ് ഷോ കൊച്ചിയിലുള്ളത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഷോ ആണ് പടം കാണുന്നത്. നമ്മൾ കുറേ ചേട്ടന്മാരെ റിവ്യൂ കണ്ടിട്ടാണ് പടത്തിന് പോയത്. പടം കൊള്ളില്ല, ഭയങ്കര മോശമാണ്, ഇങ്ങനത്തെ പടം കണ്ടിട്ടില്ല, അപരാധം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചേട്ടന്മാർ റിവ്യൂ കണ്ടിട്ടാണ് ഈ പടത്തിന് പോയത്. പിന്നെ ചേട്ടന്മാർക്ക് ഇന്നലെ രാവിലെ പടം കാണാൻ പോയ ആൾക്കാർക്ക് എന്താ വെച്ചാൽ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ലൈസൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പടം തുടങ്ങി തന്നെ 1.5 മണിക്കൂർ. അപ്പോൾ ആ ക്ഷമയൊക്കെ അവിടെ നിന്ന് ഇരുന്നിട്ടൊക്കെയാണ് പടം കാണുന്നത്. ഒരു മാനസികാവസ്ഥയും കൂടി ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്നലെ പോയ സമയത്ത് ടിക്കറ്റ് എടുത്ത് കയറി. എനിക്ക് പേഴ്സണലി പടം ഒരു മോശമില്ലാത്ത എക്സ്പീരിയൻസ് തന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് വിമർശിച്ചു ഈ പടത്തിന്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്യാവശ്യം വൺ ടൈം വാച്ചബിളാണ് ഈ മൂവി. ഈ പടം നടന്നൊരു സംഭവം നമുക്കറിയാം. അതിൽ കുറച്ച് റൊമാൻസ്, പ്രണയം, പൊളിറ്റിക്സ്, ജാതി രാഷ്ട്രീയമൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു 2 മണിക്കൂർ നേരം വലിയ കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി. എനിക്കങ്ങനെയാണ് തോന്നിയത് പടത്തിൽ. ഈ പടം പേരെഴുതി കാണിക്കുമ്പോൾ തന്നെ ട്രിവാൻഡ്രം മൃഗശാലയാണ് കാണിക്കുന്നത്, പല മൃഗങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അപ്പുറത്തൊരു ഫാമിലി എഴുതിയിരുന്നു കേട്ടോ. 2-3 കൊച്ചുങ്ങളെ അടുപ്പിച്ച് നിരന്നിരിക്കുന്നുണ്ട്. അവരൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ച് കൈയടിക്കണമൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ അപ്പോൾ എനിക്ക് തോന്നിയത് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നൊരു സംഭവമായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും വെക്കേഷനിൽ ഇറക്കേണ്ട പടമായിരുന്നു എനിക്ക് തോന്നിയിട്ട് ആ സമയത്ത്. പിള്ളേർക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് കാണുന്നു. അപ്പോൾ ഫിലിമിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കുഞ്ചാക്കോപ്പൻ, നമ്മുടെ ജയകൃഷ്ണ എസ്രയുടെ സംവിധായകനാണ് ഈ പടം സംവിധാനം ചെയ്തിട്ടുള്ള. ഒരു ഡിഫറൻ്റ് ആയ ട്രീറ്റ് ആ പടം ചെയ്തിട്ട് ഈ പടം ചെയ്യുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. അത് വേറൊരു സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ്, ഗംഭീരമായി ചെയ്തിട്ടുള്ള പടമാണ്. അയാൾ ഇവിടെ നടന്നൊരു ഇൻസിഡൻറ്റ് സിനിമയാക്കുന്നു. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഫിലിമാണ്. ആളാണ് ഈ പടം ചെയ്തത്. ചിലർ പറഞ്ഞിട്ട് എസ്രയുടെ സംവിധായകൻ ചെയ്ത പടാ അതൊക്കെ പറഞ്ഞു കേട്ടോ. എന്ത് ആൾക്ക് ഡിഫറെൻറ്റ് ജോണിൽ പടം ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ പടത്തിലും കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണ്ടേ. പല ഏതൊരു വീഡിയോയിൽ പറഞ്ഞാൽ എയർഫോഴ്സിനെ കളിയാക്കുന്നത് സിനിമയാണ്. പല രീതിയിൽ എയർഫോഴ്സിനെ കളിയാക്കേണ്ട സമയത്ത് കളിയാക്കുക. അവരെന്താ ചെയ്യുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. കേരള എയർഫോഴ്സ് എന്താണെന്നൊക്കെ നമുക്ക് അഭിമാനം കൊള്ളുന്നത്. സിനിമയിലേക്ക് വരുന്ന സമയത്ത് പല ഇൻസിഡൻസ് ഉണ്ടോ എല്ലാ റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റും. കുറേ എനിക്കൊക്കെ അവരുടെ സത്യം പറഞ്ഞ പല ബഹുമാനം ഉണ്ടാകുന്നതാണ്. പക്ഷെ അതിങ്ങനെയൊക്കെ പറഞ്ഞേക്കുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് പല രീതിയിൽ ചെയ്യും, പല രീതിയിൽ ട്രീറ്റ് ചെയ്യും. എപ്പോഴും നമ്മൾ എയർഫോഴ്സിനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തുകാൻ ഓരോ പടങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ചെയ്തു. കേരള പോലീസായാലും ഡിഫറെൻറ്റ് കോമഡിയിലൂടെയാണ് ഈ സബ്ജക്റ്റ് ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മൃഗശാലയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ക്യാരക്ടർ ഒരു ഇൻസിഡൻറ്റ് വരുന്ന സമയത്ത് തന്നെ എസ്കേപ്പ് ആവുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ആൾ ചിന്തിക്കുകയാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചെന്നുണ്ടാവും എന്നൊക്കെ ചിന്തിച്ച് എസ്കേപ്പ് ആവണം. അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ടോ. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ തന്നെ എടുത്തിട്ടുള്ളൂ. എനിക്കതൊരു മോശമായി തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം കുറച്ച് കണക്ഷടക്കി വിട്ട് പോകുന്നുണ്ട്. പിന്നെ BGM ഭയങ്കര ഷോക്കായിട്ട് തോന്നി. ആ ക്ലൈമാക്സിൽ ഫൈറ്റ് അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് കൊണ്ടുവന്നൊരു കാര്യമാണെന്ന് തോന്നി. പിന്നെ പെർഫോമൻസുകൾ എനിക്ക് ഭയങ്കര പേഴ്സണലി സുരാജ് വെഞ്ഞമാറോൻ്റെ പെർഫോമൻസ് ആയാലും കുഞ്ചാക്കോൻ്റെ പെർഫോമൻസ് ആയാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സുരാജ് ഡിഫറെൻറ്റ് ട്രാക്ക് പിടിച്ച് ചെയ്തിട്ടുള്ളൂ. ഫുള്ള് ചിരിപ്പിക്കുന്ന കോമഡി അല്ല, അത്യാവശ്യം ചിരിക്കാനുള്ള സാധനം ഇട്ട് തരുന്നുണ്ട്. കുറേ ഞാൻ ചിരിച്ചേട്ടാ. ഞാൻ കാണുന്ന സമയത്ത് ഫാമിലി കാർത്ത് ചിരിക്കുന്ന സംഭവമുണ്ട്. ചേട്ടന്മാരൊക്കെ വർത്തമാനം കേട്ടി പടം കാണാൻ പോയി എനിക്ക് മിസ്സായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ഭാഗങ്ങൾ ഭയങ്കര കണക്ഷൻ വന്നു. പിന്നെ കുഞ്ചാക്കോൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അനഘയുടെ പെർഫോമൻസ്, പിന്നെ രാജേഷ് മാധവൻ, ശ്രുതി രാമചന്ദ്രൻ, അലൻസീറൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. രാജേഷ് മാധവൻ്റെ പെർഫോമൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ പാർവതി ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. രമേഷ് പിഷാരടി വന്നിട്ടുണ്ട്. പിന്നെ മറ്റേ രാജേഷ് മാധവൻ്റെ അനസ് എന്ന ക്യാരക്ടർ, ഒരാളെ വൈഫായി അഭിനയിക്കുന്ന കുട്ടി ഒക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കാസ്റ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറേ കാര്യങ്ങൾ അതിൽ വലിച്ചു നീട്ടി 2 മണിക്കൂറേ പടമുള്ളൂ. അത് നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ എത്തുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രതീക്ഷയിൽ പോയിട്ട് അത്ര ഹൈപ്പിൽ വന്ന പടം നല്ലത്. നമുക്ക് പോയി കാണാൻ പറ്റിയ, എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു 2 മണിക്കൂർ നേരം അത്യാവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ ഒരു മൂവി. ഞാൻ എന്തായാലും നെക്സ്റ്റ് ടൈം ഈ പടം കാണുന്ന സമയത്ത് ഫാമിലിയായിട്ട് കൊണ്ടുപോകും. ഫാമിലി എന്തായാലും കൊണ്ടുപോകും. അവർക്ക് ഞാൻ നല്ല പടം, എനിക്ക് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടങ്ങളാണ് ഞാൻ ഫാമിലിയെ കാണിക്കാറ്. ഈ പടം ഞാൻ മസ്റ്റ് എന്തായാലും കാണിച്ചിരിക്കും. എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് വർക്കായ പടമാണ്. വലിയ സംഭവമൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ കൊടുത്ത ടിക്കറ്റിന് 150 രൂപയ്ക്ക് ഒരു വെർത്ത് ഫീൽ ചെയ്തു. ഞാനത് എൻജോയ് ചെയ്ത് കണ്ടു, അത്യാവശ്യം ചിരിച്ചു. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ടായി. ചില ലോജിക്കില്ലാത്ത ഒരുപാട് പടങ്ങളോടെ വന്നുകൊണ്ട് ഈ പടത്തിനൊക്കെ ഒരുപാട് പേര് ഹൈപ്പ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ചെറിയ പടമാണ്. ആ രീതിയിൽ ഫാമിലിക്കായിട്ട് കാണാൻ പറ്റിയ ഒരു അനാവശ്യമായിട്ടൊന്നുമില്ല. അനാവശ്യമായിട്ട് എന്താ റോങ് ഉണ്ട് ഒന്നുമില്ല. നല്ല രസം പിടിച്ചൊരു പടം. കുറച്ച് കാര്യങ്ങളും നായകൻ്റെ പ്രേമം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും കണക്ഷൻ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ
സുരാജ് ശ്രുതിയായിട്ടുള്ള ആ അവരുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും കാണിക്കാടെന്നൊക്കെ തോന്നി. കുറേ കാര്യങ്ങൾ അങ്ങനെ കണക്ഷൻ ഇല്ലാണ്ട് പോകുന്നുണ്ട്. പക്ഷെ കണ്ടിരിക്കാം. ഒരു BGM ഒക്കെ ശോകമായിരുന്നു കേട്ടോ, അത് ഞാൻ പറയണം. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് തിയേറ്ററിൽ നിന്ന്. മോശമില്ലാത്ത എല്ലാവരും പെർഫോമൻസ് ഉണ്ട്. കുഞ്ചാവോൻ്റെ അങ്ങ് ഗംഭീര പെർഫോമൻസ് അല്ല ഞാൻ പറയുന്നത്, പടത്തിന് വേണ്ട രീതിയിലൊക്കെ ആൾ ചെയ്തിട്ടുണ്ട്. സുരാജ് ചേട്ടൻ ഒരുപാട് നല്ല പെർഫോമൻസുകളുണ്ട്. ആ പെർഫോമൻസ് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, ഇവിടെ അതിൻ്റെതായ കുറച്ച് രീതികളൊക്കെ ഉണ്ട്. ഇത് നന്നായി ചെയ്തിട്ടുണ്ട്. അനഘയുടെ ക്യാരക്ടർ, നായികയുടെ ക്യാരക്ടർ, എല്ലാവരും. എനിക്ക് പേഴ്സണലി വർക്ക് കഴിഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമൻസും റിവ്യൂ കേട്ടിട്ടാണ് ഈ പടത്തിന് പോകുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ പോകുന്ന 2 പേർക്ക് അവർക്കും പടം പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എന്നാലും ഹൗസ്ഫുള്ളായിരുന്നു, ഫാമിലി ആയിരുന്നു. ഈ പടം പെരുന്നാളൊക്കെ വരാൻ പോവാണ്, ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെ ഈ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്.